എവ്രി വൺ. നമ്മൾ ഇന്ന് ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്, ഫോംസ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് SSC അയക്കുന്ന ഫോർമാറ്റാണ് ഫോംസ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത്. അത് മെയിൻലി ITR 1 മുതൽ ITR 7 വരെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ITR 1 ആണ്. ഓക്കെ, അപ്പോൾ ITR 1 ഫോളോ ചെയ്യേണ്ട ആളുകളുടെ കണ്ടീഷൻസ് എങ്ങനെയൊക്കെയാണെന്നും ആരൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടാത്തതെന്നുമാണ് നമ്മൾ ഇന്ന് മെയിൻലി നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ITR ഫയൽ ചെയ്യണമെങ്കിൽ അത് ഒരു റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ആയിരിക്കണം. ഫസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഓപ്പോസിറ്റാണ് എവിടെ വരിക? ആരാണ് അപ്ലൈ ചെയ്യാൻ പാടില്ലാത്തത്? റെസിഡൻറ്റ് ആൻഡ് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റും നോൺ റെസിഡൻറ്റും എന്ത് ചെയ്യാൻ പാടില്ല? ഈ ITR 1 അല്ല ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ജസ്റ്റ് ഓപ്പോസിറ്റാണ് ആരാണ് ഫയൽ ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള ഒരു ഏരിയയിൽ വരിക. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റെസിഡൻറ്റ് ഇൻഡിവിജ്വലിൻ്റെ കണ്ടീഷൻസ് എല്ലാം നമുക്കറിയാം. 182 ഡേയ്സിലധികം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുക എന്നുള്ള അങ്ങനെയുള്ള കണ്ടീഷൻസ് ഇൻകം ടാക്സിൻ്റെ ഫസ്റ്റ് സ്റ്റേജസിൽ നമ്മൾ പഠിക്കുന്നത്. ആഫ്റ്റർ ദാറ്റ് ടോട്ടൽ ഇൻകം നോട്ട് എക്സീഡിങ് 50 lakh. അപ്പോൾ ഇവർ ഇൻകം പേഴ്സൺസ് ആയിരിക്കണം. അതേപോലെ അവരുടെ ടോട്ടൽ ഇൻകം 50 ലക്ഷത്തിനേക്കാൾ കൂടുതൽ കൂടാനായിട്ട് പാടില്ല. ദെൻ തേർഡ് വൺ ഈസ് ഇൻകം ഫ്രം സാലറി ആൻഡ് പെൻഷൻ. ഈ ആൾക്കാർ ഇൻകം ഫ്രം സാലറിയും ഇൻകം ഫ്രം പെൻഷനും അപ്ലൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. നെക്സ്റ്റ് ഈസ് ഇൻകം ഫ്രം വൺ ഹൗസ് പ്രോപ്പർട്ടി ഓൺലി. അപ്പോൾ ഈ ആൾക്കാർക്ക് ഒരു ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഇൻകേ പാടുള്ളൂ. ആൻഡ് അതിലൊരു സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട്, ലോസസ് ബ്രോഡ് ഫോർവേഡ് ഫ്രം പ്രീവിയസ് ഇയറിൽ നിന്ന് ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ ഒരു ഹൗസ് പ്രോപ്പർട്ടിയെ പാടുള്ളൂ. ആ ഹൗസ് പ്രോപ്പർട്ടിയിൽ തന്നെ പ്രീവിയസ് ഇയറിൽ നിന്നുള്ള ലോസസോ കാര്യങ്ങളോ ബ്രോഡ് ഫോർവേഡ് ചെയ്തിട്ടുണ്ടാവാനായിട്ട് പാടില്ല. നെക്സ്റ്റ് ഈസ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. അതർ സോഴ്സസിലും മെയിനായിട്ട് 2 ആൾക്കാരെ കട്ട് ചെയ്യുന്നുണ്ട്, ഇൻകം ഫ്രം ലോട്ടറിയും ഇൻകം ഫ്രം ഹോഴ്സ് റേസും. ഈ 2 ആൾക്കാരും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള അതർ സോഴ്സസിൽ നിന്നുള്ള ഇൻകമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യാം. പിന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 112A അപ് ടു 1,25,000 വരെ. അവിടെയും എന്തുണ്ടാവാനായിട്ട് പാടില്ല? ബ്രോഡ് ഫോർവേഡ് ഉണ്ടാവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ക്യാരി ഫോർവേഡും ഉണ്ടാവാനായിട്ട് പാടില്ല. എന്തിൻ്റെയാണ് ബ്രോഡ് ഫോർവേഡും ക്യാരി ഫോർവേഡ് ഉണ്ടാവാൻ പാടില്ലാത്തത്? ദാറ്റ് ഈസ് ക്യാപിറ്റൽ ലോസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കണ്ടീഷൻ 5,000-നുള്ളിലുള്ള അഗ്രികൾച്ചറൽ ഇൻകമേ ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇത്രയും കണ്ടീഷൻസാണ് ITR 1 ഫയൽ ചെയ്യുന്ന ആൾക്ക്. റെസിഡൻ്റ് ആയിരിക്കണം, ടോട്ടൽ ഇൻകം 50 ലക്ഷത്തിൽ കൂടാനായിട്ട് പാടില്ല, ഇൻകം ഫ്രം സാലറി ഓർ പെൻഷൻ ഉണ്ടായിരിക്കണം, ഇൻകം ഫ്രം വൺ ഹൗസ് പ്രോപ്പർട്ടിന്ന് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതിൽ തന്നെ ബ്രോഡ് ഫോർവേഡ് ആയിട്ടുള്ള ലോസസ് പ്രീവിയസ് ഇയറുകളിൽ നിന്ന് ഉണ്ടാവാനായിട്ട് പാടില്ല. ദെൻ ഇൻകം ഫ്രം അതർ സോഴ്സ് ഉണ്ട്, അതിൽ വിന്നിങ് ഫ്രം ലോട്ടറിയും ഇൻകം ഫ്രം ഹോഴ്സ് റേസും എക്സ്ക്ലൂഡഡ് ആണ്. അതുപോലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 1,25,000 വരെ പാടുള്ളൂ. അവിടെയും ബ്രോഡ് ഫോർവേഡും ക്യാരി ഫോർവേഡ് ഓഫ് ക്യാപിറ്റൽ ലോസ് ഉണ്ടാവാനായിട്ട് പാടില്ല. പിന്നെ അഗ്രികൾച്ചറൽ ഇൻകം 5,000-ന് അബവ് ആവാനായിട്ട് പാടില്ല. ഇതിനൊക്കെ പുറമെ ഇനി ആർക്കൊക്കെയാണ് ITR 1 ഫയൽ ചെയ്യാൻ പറ്റാത്തത്? ആ ഒരു സംഭവം ആരൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മൾ ഈ കണ്ടീഷൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത് വരുന്നത്? ആർക്കൊക്കെയാണ് പറ്റാത്തത് എന്നുള്ളൊരു കണ്ടീഷൻസിൽ വരുന്നത്. ഫസ്റ്റ് വൺ 50 ലക്ഷത്തിന് മേലെ ഇൻകമുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ITR 1 ഫയൽ ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ അഗ്രികൾച്ചറൽ ഇൻകം 5,000-ന് മേലെയാണെങ്കിൽ. അപ്പോൾ ഇത് 2 കണ്ടീഷൻസായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ വരും. പിന്നെ ഇൻഡിവിജ്വൽ ഹാവ്. ഈ താഴെ പറയുന്ന ലിസ്റ്റിലുള്ള കാര്യങ്ങൾ ഇൻഡിവിജ്വൽസിനുണ്ടെങ്കിൽ അവർക്ക് ITR 1 ഫയൽ ചെയ്യാനായിട്ട് പറ്റില്ല. ഒന്ന്, ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ 1,25,000-ന് എബവ് ആവാനായിട്ട് പാടില്ല. അപ്പോൾ അതിന് എബവ് ആവലും ടാക്സിബിളായിട്ട് ക്യാപിറ്റൽ ഗെയിൻ വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ITR 1 ഫയൽ ചെയ്യാനായിട്ട് പാടില്ല. ദെൻ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഇൻകം ഫ്രം സാലറി ഓർ പെൻഷൻ ആക്സെപ്റ്റബിൾ ആണ്, പക്ഷേ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ നമുക്ക് കണ്ടീഷനിൽ വരാനായിട്ട് പാടില്ല. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു ഹൗസിൽ നിന്നുള്ള ഇൻകേ പാടുള്ളൂ. അപ്പോൾ ഇവിടെ മോർ ദാൻ 1 ഹൗസ് വന്നാൽ എന്തായി? അതും നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ അൺലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് ഉണ്ടെങ്കിൽ അത് പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിൽ, അതായത് അൺലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസിൽ
നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരും നമ്മൾ ITR 1 ഫയൽ ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ ഇന്ത്യക്ക് ഔട്ട്സൈഡായിട്ട് അസറ്റ്സ് ഉണ്ടായിരിക്കാം. ഇന്ത്യക്ക് പുറമേ അസറ്റ്സ് ഉണ്ടെങ്കിൽ അവരും പറ്റില്ല. അതേപോലെ ഫോറിനിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു അസസി ആണെങ്കിൽ അയാളും എന്ത് ചെയ്യാനായിട്ട് പാടില്ല, ITR 1 ഫയൽ ചെയ്യാനായിട്ട് പാടില്ല. ഇത്രയും കാര്യങ്ങൾ ഒരു ഇൻഡിവിജ്വൽ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ITR ഫയൽ ചെയ്യാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് ഈസ് ഇൻഡിവിജ്വൽ ഹു ഈസ് ഡയറക്ടർ ഓഫ് ദ കമ്പനി. ഇപ്പോൾ ഏതെങ്കിലും കമ്പനിയുടെ ഡയറക്ടറാണ് നമ്മുടെ SSC എങ്കിൽ അവിടെയും ITR 1 അല്ല ഫയൽ ചെയ്യേണ്ടത്. അതേപോലെ ഇൻഡിവിജ്വൽ റെസിഡൻ്റ് ആൻഡ് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വലും നോൺ റെസിഡൻറ്റും. രണ്ട് കാര്യങ്ങൾ, റെസിഡൻ്റ് ആൻഡ് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റും നോൺ റെസിഡൻറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റെസിഡൻറ്റ് ഇൻഡിവിജ്വലിന് മാത്രമാണ് ITR 1 ഫയൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ ഇൻഡിവിജ്വൽ ഹാവ് എനി ബ്രോഡ് ഫോർവേഡ് ലോസ് ഓർ ലോസ് നീഡ്സ് ടു ബി ക്യാരി ഫോർവേഡ് അണ്ടർ ഇൻകം ഹെഡ്. ഏതെങ്കിലും ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ ബ്രോഡ് ഫോർവേഡോ ക്യാരി ഫോർവേഡോ, അതായത് ബ്രോഡ് ഫോർവേഡ് ചെയ്ത് വരുന്ന ഇൻകങ്ങളും ഉണ്ട്, ആ ഇൻകം എക്സ്പെൻസുകളോ അല്ലെങ്കിൽ ലോസസ് ഉണ്ട്, ആ ലോസസും ക്യാരി ഫോർവേഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള കേസുകൾ ഉണ്ടെങ്കിലും എന്ത് ചെയ്യാനായിട്ട് പാടില്ല, ITR 1 ഫയൽ ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്